അപ്പോൾ എങ്ങനെ എല്ലാവരും എൻ്റെ കൂടെ വരികയല്ലേ? നമുക്ക് നേരെ ഒരു സ്റ്റേക്കേഷൻ പിടിക്കാം. രാഗാസ് ബീച്ച് വില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കടകരപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിൽ പെർഫെക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒട്ടമശ്ശേരി എന്ന് പറയും. കാക്കനാട് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഒട്ടമശ്ശേരി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക്. പഴയ ഒരു വീടിനെ അവർ റീമോഡൽ ചെയ്ത് ഈ ഒരു രീതിയിൽ ഒരു ഇൻറ്റീരിയേഴ്സൊക്കെ പഴയ വീട് പോലെ കീപ്പ് ചെയ്ത്, എന്നാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫേർണിച്ചറും അത്തരത്തിലുള്ള ഇൻറ്റീരിയർ വർക്ക്സും ചെയ്ത് അവർ ഭംഗിയാക്കി എടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു രാഗാസ് ബീച്ച് വില്ല. കുറേ നാളായിട്ട് ഞങ്ങൾ ഒരു സ്റ്റേക്കേഷൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒടുവിൽ കണ്ടുപിടിച്ചൊരു സ്പോട്ടാണിത്. നമുക്ക് പ്രൈവറ്റ് ബീച്ച് വേണമായിരുന്നു, പൂള് വേണമായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ളൊരു സ്പേസ് വേണമായിരുന്നു. ഇതെല്ലാം കൂടെ മാച്ച് ചെയ്ത് വന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു രാഗാസ് ബീച്ച് വില്ല. വരുന്ന യാത്ര തന്നെ നല്ല രസമാണ്. നമ്മൾ വരുന്ന വഴി തന്നെ റൈറ്റ് സൈഡിലായിട്ട് ബീച്ചും അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് കായലും എല്ലാം കണ്ട് പാലമൊക്കെ കയറി ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കടൽ നമ്മളെ വെൽക്കം ചെയ്യും. കാരണം പ്രൈവറ്റ് ബീച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കടലിൻ്റെ എരമ്പവും എല്ലാം ആരുടെയും ശല്യം ഇല്ലാതെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഞങ്ങൾ എൻ്റെയും മുത്തിൻ്റെയും അച്ഛനമ്മമാരെയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. ഫുൾ ഫാമിലി ആയിട്ട് ആ ഒരു വൈബ്, ഒരു ഫാമിലി ട്രിപ്പ് വൈബും വല്ലപ്പോഴും ഒക്കെ വേണമല്ലോ. കൂടുതലും നമ്മുടെ ചാനലിൽ ഫ്രണ്ട്സ് ട്രിപ്പൊക്കെയാണ് വരാറ്, എന്നാലും ഫാമിലി ട്രിപ്പ് നമുക്ക് ഇടയ്ക്കൊക്കെ വേണം. സോ അത്തരത്തിലൊരു ഫാമിലി ഒരു സ്റ്റേക്കേഷൻ അത് സെറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു രാഗാസ് എന്ന് പറഞ്ഞ ഈ ഒരു ബീച്ച് വില്ല കണ്ടുപിടിച്ച കേട്ടോ. ഒരുപാട് കണ്ടുപിടിച്ചാണ്. അങ്ങനെ കണ്ടുപിടിച്ച ഈ സ്ഥലം നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സോ അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാം. നിങ്ങൾക്കുമൊക്കെ പോകണമെങ്കിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇത് കാണിച്ചു തരുന്നത്. ഒരുപാട് പറയാനൊന്നും ഈ ഒരു സ്ഥലത്തെക്കുറിച്ചില്ല, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണുള്ളത്. ശരിക്കും തിരയുടെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ചെന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു. കടികൾ നമ്മൾ പറയുന്നതനുസരിച്ചാണ് അവരുണ്ടാക്കുന്നത്. സോ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് പറഞ്ഞു, ഓണിയൻ പക്കോട, പഴംപൊരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പറഞ്ഞപ്പോൾ അവരതൊക്കെ റെഡിയാക്കി തന്നു. സോ അതൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചയ്ക്കാണ് ചെക്ക് ഇൻ ചെയ്തത് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്ത് 2 മണിയാണ് ചെക്ക് ഇൻ, 11 ചെക്ക് ഔട്ട്. സോ 2 മണിക്കൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഈ ഒരു പഴംപൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്നിട്ടൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം കടലിറങ്ങാം. പ്രൈവറ്റ് ബീച്ചാണ്. സോ നമ്മുടെ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റേയിൽ കൂടെയുള്ള ബാക്കി റൂംസിലുള്ളവർക്ക് മാത്രമേ ഇറങ്ങാനായിട്ട് പറ്റൂ. സോ അത്രയും പ്രൈവസിയാണ് നമുക്കവിടെ കിട്ടുന്നത്. ആ ഒരു പ്രൈവസി എൻജോയ് ചെയ്യാൻ പറ്റുക. ബീച്ചിൽ നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ, എന്ത് വസ്ത്രം ധരിച്ചോ, എന്ത് അഭ്യാസം കാണിച്ചോ ആരും ചോദിക്കാനില്ല, പറയാനില്ല. സേഫായിട്ട് മാത്രം ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ലൈഫ് ഗാർഡും കാര്യങ്ങളും ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. മേ ബി അവിടെ സ്റ്റാഫ് അതിനൊക്കെ എക്യുപ്ഡ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ നമ്മൾ വളരെ സേഫായിട്ട് മാത്രം ചെയ്യുക. കാരണം ഒരുപാട് ആഴമുള്ള സ്ഥലത്തോട്ടൊന്നും പോകരുത്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കടൽ ദൂരെ ഇങ്ങനെ കാണാം. ഈ ബാക്കി കാണുന്ന ഫാമിലിയൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റേക്കേഷനിൽ മറ്റ് റൂംസിലുള്ളവരാണ്. സോ അവർക്കും അതൊക്കെ അവർ ഭയങ്കര നൈസായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ദൂരെയായിട്ട് സൂര്യൻ അസ്തമിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് സന്ധ്യാസമയത്ത്. അപ്പോൾ ഈ ഒരു അസ്തമയ സൂര്യൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചെറിയ തോതിലുള്ള അഭ്യാസങ്ങൾ കടലിൽ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കാതെ കടലങ്ങനെ എൻജോയ് ചെയ്തു. കടലെന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഒരിക്കലും നമുക്ക് മടുക്കില്ല. വെറുതെ കടലിലെ തിരകൾ കണ്ടുകൊണ്ടിരിക്കാം, ബീച്ചിൽ വെറുതെ ഇരിക്കാം, കപ്പലിൽ കുറിക്കുക, അല്ലെങ്കിൽ നമ്മൾ കടലിറങ്ങി കുളിക്കുക, കാല് നനയ്ക്കുക. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എല്ലാത്തിനും പറ്റിയൊരു സോഴ്സാണല്ലോ നമ്മുടെ ഈ ഒരു കടൽ. അത്തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കടൽ, ഒരുപാട് പേരുടെ ഉപജീവന മാർഗമായിട്ടൊക്കെയുള്ള ഈ ഒരു കടലിനെ അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. എസ്പെഷ്യലി ആ സണ്ണ് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലപോലെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കയറി കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ പൂളിലോട്ടാണ്. പൂളിൻ്റെ പുറത്തായിട്ട് തന്നെ ഷവർ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഈ കടലിലെ മണലും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. പൂൾ എന്ന് പറഞ്ഞാൽ വളരെ ക്ലീനാണ്. ഈ ഒരു കടലിൻ്റെ സൈഡാണെങ്കിലും ഉപ്പിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ മണലിൻ്റെ അംശങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ പ്യൂരിഫൈ ചെയ്ത നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമുള്ളൊരു പൂളായിരുന്നത്. സോ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് നീന്തി തിമിർത്താടി. മത്സ്യകന്യകനെ പോലെ അത്രയും ഒരു എൻജോയ്മെൻറ്റ് നമുക്കുണ്ടായിരുന്നു. അക്വാമാനെ പോലെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി മീനുമായിട്ട് സംസാരിക്കാനും നമുക്കറിയില്ലെങ്കിലും കുറച്ച് നീന്തലൊക്കെ നമുക്ക് വശമുണ്ട്. സോ അതൊക്കെ വെച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഒരു വർക്കൗട്ടും ആണല്ലോ നീന്തൽ. നമ്മൾ ആ ഒരു രാവിലെയൊക്കെ കഴിച്ചാൽ, ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ നോൺ വെജ് ഐറ്റംസ്. സോ അതെല്ലാം കഴിച്ച് നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അലിയിച്ച് കളയണ്ടേ ആ ഒരു കൊഴുപ്പൊക്കെ. സോ അതിന് വേണ്ടി കടലിൽ കളിച്ചത് പുറമെ ഞങ്ങൾ പൂളിലും നല്ല പോലെ നീന്തി എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോഴത്തേക്ക് ഏകദേശം സൺസെറ്റ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സംഭവമൊക്കെ ഞങ്ങൾ നന്നായിട്ട് കണ്ടതിന് ശേഷം കുളിച്ച് റെഡിയായി റൂമിലെത്തി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം. അങ്ങനെ കടലിലെ കുളിയും സ്വിമ്മിംഗ് പൂളിലെ കുളിയും ഇപ്പം ബാത്റൂമിലെ കുളിയും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. ഡിന്നറിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയേ കാണാം.
ഡിന്നറും സ്നാക്സും ഒക്കെ നമ്മൾ പേ ചെയ്തിട്ടാണ്. സോ നമ്മൾക്ക് എന്ത് വേണമോ അതെല്ലാം നമ്മൾ മാനുവലായിട്ട് ഓർഡർ ചെയ്യുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിന്നറിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കറികളും പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ഐറ്റംസും കുറച്ച് റൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് രാത്രി മീൻ പിടിച്ചുകൊണ്ട് ആളുകൾ വരും എന്ന് പറഞ്ഞു. സോ ഞങ്ങളത് കാണാനായിട്ട് പോയി. നല്ല പെട്ടക്കണ മീൻ വേണേൽ ലൈവായിട്ട് മേടിക്കാം, അതൊക്കെ അവിടെ ഉണ്ട്. സോ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് ബീച്ചിൻ്റെ സൈഡിലായിട്ട് കസേരകളൊക്കെ ഇട്ട് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ശരിക്കും നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും അല്ല ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലൊക്കെ വരുന്നെങ്കിൽ ഫുൾ പ്രൈവസിയോടുകൂടി നിങ്ങൾക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാം. കാരണം ബീച്ച് ഫുള്ള് നമ്മുടെ ആണല്ലോ. എന്തായാലും എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. ഞണ്ടും കൊഞ്ചും പാലപ്പവും ചപ്പാത്തിയും ഫ്രൈഡ് റൈസും പുലാവും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാ ഐറ്റംസും നല്ല എന്താ പറയുക ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റിലുള്ള സാധനങ്ങളാണ്. എല്ലാം ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഉറക്കം വരാനായിട്ട് തുടങ്ങി. കുറച്ച് നേരം ബീച്ചിൻ്റെ ഫ്രണ്ടിലിരുന്ന് ആ നൈറ്റ് വൈബ്, ആ ബീച്ചിലെ വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഒരു ശബ്ദവും തിരയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ല. സോ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ വെയിൽ ഉറക്കുന്നതിന് മുമ്പേ തന്നെ എഴുന്നേറ്റു. കാരണം ഒന്നുകൂടെ നമുക്ക് ഈ ഒരു കടലും ബീച്ചും ഒക്കെ എൻജോയ് ചെയ്യാമല്ലോ. എത്ര ദിവസമാണ് നമുക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടുക എന്നറിയില്ല. സോ ഇതേപോലെ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന സ്റ്റേക്കേഷൻസിലൊക്കെ മാക്സിമം അത് നമ്മൾ എൻജോയ് ചെയ്യണം. കാരണം ഉറങ്ങുക എന്നൊക്കെ ഉള്ളത് നമുക്ക് വീട്ടിൽ പോയും സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷേ ഈ ഒരു ബീച്ചിൽ രാവിലെ എഴുന്നേറ്റ് പ്രൈവസി ആയിട്ട് ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് നോട്ട് എവറി ഡേ, റൈറ്റ്? സോ നമ്മൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ട് മാക്സിമം എൻജോയ് ചെയ്തു. മാക്സിമം എന്ന് പറഞ്ഞാൽ ടു ദ ഫുള്ളസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരുപാട് പ്രകൃതിയുടെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. കുളിക്കാനായിട്ട് വരുന്ന കൊക്കുകൾ, കുളിക്കാനാണോ എന്നറിയില്ല, കാലൊക്കെ കഴുകാനായിരിക്കും ചിലപ്പോൾ. പിന്നെ കുറച്ച് സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കി മുത്ത്. അപ്പോൾ ആ സാൻഡ് കാസിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ആ സമയത്ത് ഞാനും മുത്തിൻ്റെ അച്ഛനും കൂടെ നേരെ കടലിലേക്ക് പോയി കുളിയായിരുന്നു. കുളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മറിഞ്ഞ് ഉരുണ്ടും തിരിഞ്ഞും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഈ കുറച്ച് നേരം കൂടെ അല്ലേ അവിടെ ഉള്ളൂ. ആ ഉള്ള സമയം, ആ ഒരു മൊമെൻറ്റ്, നമ്മൾ ഈ ചെറിയ ചെറിയ മൊമെൻറ്റ്സിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയൊരു കാര്യമാണ്. ആ ഒരു വലിയ കാര്യം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അതായത് ആ ഒരു ചെറിയ മൊമെൻറ്റ്, ഇപ്പോൾ കുറച്ച് നേരത്തേക്കാണ് ബീച്ച് ഉള്ളതെങ്കിൽ ആ ബീച്ച് കാണാൻ പോകുന്ന ആ ബീച്ചിലുള്ള ആ ഒരു മൊമെൻറ്റ് മാക്സിമം എൻജോയ് ടു ദ ഫുള്ളസ്റ്റ്. അത് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു. ആ സമയം ദൂരെയായിട്ട് രാവിലെ മീനൊക്കെ പിടിക്കാനായിട്ട് ബോട്ടിൽ പോകുന്നവർ അല്ലെങ്കിൽ കൊച്ചു വഞ്ചി പോലത്തെ സെറ്റപ്പിൽ പോകുന്നവരെയൊക്കെ കണ്ടു. ദെൻ പിന്നെയും ഒന്നുകൂടെ പൂളിലേക്ക് ഒന്നിറങ്ങി ഒന്നും കൂടെ ലാസ്റ്റ് നമ്മൾ പോണതിന് മുമ്പേ ഒന്ന് ചെറിയൊരു നീന്തലും ഫ്ലോട്ടിങ്ങും കുറേ അഭ്യാസങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരം കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം നീന്തി, മുത്ത് കുറച്ച് നേരം ഫ്ലോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ മലർന്ന് ഫ്ലോട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അറിയാം. പിന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ തെറിച്ച് കളിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഇറങ്ങി കുളിച്ച് റെഡിയായി. ഇനി നമുക്ക് വയറ് നിറയെ കഴിക്കണം. ഇവിടെ ആ പരുന്തൊക്കെ വന്ന് ഞണ്ടുകളെ പിടിച്ചുകൊണ്ട് പോകാം, അവർ കഴിക്കുന്നുണ്ട്, നമുക്കിനി കഴിക്കണം. വിശപ്പായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. കഴിക്കാനായിട്ട് പുട്ടും ബ്രെഡും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാ ഐറ്റംസും മാനുവലായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഡിനറി ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും മുട്ടയും ബ്രെഡും ജാമും അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആണ്. സോ അത് ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഭയങ്കരമല്ല. പക്ഷേ നമ്മൾ മാനുവലി ഓർഡർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് സൈനിങ് ഓഫ്. ബൈ.